രാമായണം കഥാരൂപത്തിൽ. അധ്യായം 24. സീതാരാമലക്ഷ്മണന്മാർ വനയാത്ര ആരംഭിക്കുന്നു. രാജധാനിയിലെ ചതുരാങ്കണത്തിൽ ആയിരങ്ങൾ വന്നുകൂടിയിരുന്നു. അമേയമായ ദുഃഖമായിരുന്നു അവർക്ക്. ഇതിനിടയിൽ മന്ത്രി അകത്തുപോയി അബോധാവസ്ഥയിൽ കിടന്നിരുന്ന രാജാവിനെ ഉണർത്തി. അദ്ദേഹം രാജാവിനെ എഴുന്നേൽപ്പിച്ചിരുത്തി. സീതയും രാമനും ലക്ഷ്മണനും അദ്ദേഹത്തെ കാണാനായി വന്നിട്ടുണ്ടെന്ന വിവരം അറിയിച്ചു. രാമൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് നിന്നു. സ്നേഹത്തോടുകൂടി സാന്ത്വനോക്തികൾ പറയുന്നുണ്ടായിരുന്നു. സീതയെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ ദശരഥൻ്റെ ദുഃഖം അണപൊട്ടി ഒഴുകി. അദ്ദേഹം രാമനെ ഗാഢമായി ആശ്ലേഷിച്ച് നിലം പതിച്ചു. മനസ്സിലെ കഠിനവേദന അദ്ദേഹത്തെ ശ്വാസം മുട്ടിച്ചു. അദ്ദേഹം നെഞ്ചമർത്തി തൻ്റെ പ്രാണവേദന അമർത്തിക്കളയാൻ ശ്രമിച്ചു. ഇങ്ങനെ പീഡനം അനുഭവിക്കുന്ന ചക്രവർത്തിയെ നോക്കി നിൽക്കാൻ സീതയ്ക്കും ലക്ഷ്മണനും കഴിഞ്ഞില്ല. ലക്ഷ്മണൻ അധികാരഭാവത്തിൽ അടുത്തു നിൽക്കുന്ന കൈകേയിയെ കണ്ടു. അദ്ദേഹത്തിന് ക്രോധം കൊണ്ട് കണ്ണ് ചുവന്നു. അവിടെ വെച്ച് അപ്പോൾ തന്നെ കൊന്നുകളയുമെന്ന മട്ടിൽ അദ്ദേഹം അവരെ ഉഗ്രരോഷത്തോടെ തുറിച്ചു നോക്കി. പക്ഷേ രാമൻ്റെ അസംഭ്രമമായ പ്രശാന്തമായ മുഖം നോക്കി അദ്ദേഹം ക്രോധം നിയന്ത്രിച്ചു, വികാരങ്ങളെ തണുപ്പിച്ചു. ആ സമയത്ത് കൈകേയി പറഞ്ഞു, രാമ, നീ അച്ഛനെ അഗാധമായ ദുഃഖത്തിലേക്ക് തള്ളിവിടുകയാണ്. എത്രയും വേഗം നാടുവിട്ട് കാട്ടിൽ എത്തുമോ അത്രയും വേഗം നിന്റെ അച്ഛൻ ഉത്കണ്ഠയിൽ നിന്നും മുക്തനാകും. നീ ഒട്ടും താമസിക്കേണ്ട. അച്ഛനെ നമസ്കരിച്ച് സ്ഥലം വിടൂ. ഒട്ടും ദയ തൊട്ടിത്തെറിക്കാത്ത ഈ വാക്കുകൾ ദശരഥ ചക്രവർത്തിയുടെ ഹൃദയത്തെ പിളർക്കുന്നതായി തോന്നി. ദശരഥൻ പെട്ടെന്ന് ഉച്ചത്തിൽ പറഞ്ഞു, രാക്ഷസി, പിശാചേ, എത്ര പരുഷവും വജ്രകഠിനവുമാണ് നിന്റെ വാക്കുകൾ. അദ്ദേഹം വീണ്ടും ബോധം കെട്ട് വീണു. ആ സമയത്ത് സീതയും ലക്ഷ്മണനും രാമനും അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമൻ പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിച്ച് പോകാൻ അനുവദിക്കൂ. ഇത് ആനന്ദിക്കുവാൻ പറ്റിയ അവസരമാണ്. പാടും ദുരിതവും പറയാനും ദുഃഖിക്കാനുമുള്ള സമയമല്ല. അമിതബന്ധം ദുഷ്കീർത്തി വരുത്തും. അച്ഛൻ ധീരനായിരിക്കണമെന്നും അഭിമാനമില്ലാതെ തരം താണ മുഖസ്തുതി പറയാൻ പ്രേരിപ്പിക്കുന്ന വ്യാമോഹം ഉപേക്ഷിക്കണമെന്നും രാമൻ സവിനയം പറഞ്ഞു. രാമൻ പിതൃപാദങ്ങളിൽ തലോടി കുമ്പിട്ടു. ദശരഥ മഹാരാജാവ് കണ്ണു തുറന്നു. തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ പൂർണ്ണമായി നോക്കി. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്നു. രാമൻ്റെ 2 കൈകളും തൻ്റെ കൈകളിൽ ഗ്രഹിച്ച് പറഞ്ഞു, ഓ എൻ്റെ ഓമന മകനെ, എൻ്റെ വാക്കുകൾ കേൾക്കൂ. നിനക്ക് ആത്മനിയന്ത്രണവും ദൃഢനിശ്ചയവും സ്വാധീനമാണ്. ശരി എന്താണെന്നും നിനക്കറിയാം. നീ ശരി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നത് യുക്തമാണ്. ഒരാൾ തെറ്റ് ചെയ്യുമ്പോൾ മറ്റൊരാൾ അതിൻ്റെ ഫലമായി ദുഃഖം അനുഭവിക്കുക ശരിയല്ല, ആണോ? വിധിയുടെ കളി മുൻകൂട്ടി പറയാൻ സാധ്യമല്ല. പരിഹാരത്തിനതീതമായ ഒരു പ്രശ്നമാണത്. നാടുകടത്തപ്പെട്ട നിലയിൽ കാട്ടിലേക്ക് പോവുക എന്ന തീരുമാനത്തിൽ നിന്ന് രാമനെ പിന്തിരിക്കുവാനായി ചക്രവർത്തി തൻ്റെ നിഷ്കളങ്കതയാലും സ്നേഹത്താലും വാദങ്ങളിന്മേൽ വാദങ്ങൾ കൂട്ടിവെക്കാൻ തുടങ്ങി. പിതാവായ ദശരഥൻ ധാർമ്മിക നിയമങ്ങൾ സമഗ്രമായി പഠിച്ചവനും ആ നിയമങ്ങളെ നിഷ്കൃഷ്ടമായി അനുസരിക്കുന്നവനും ആണെന്ന് രാമന് അറിയാമായിരുന്നു. തൻ്റെ കൃത്യങ്ങൾ ന്യായീകരിക്കുന്നതിൽ അദ്ദേഹം സമർത്ഥനായിരുന്നു. തൻ്റെ തീരുമാനത്തിൻ്റെ ഫലങ്ങളെപ്പറ്റി അദ്ദേഹം നിർഭയനായിരുന്നു. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന രാമൻ്റെ മുഖത്ത് നിന്ന് വനയാത്രയ്ക്കായി അനുമതി മേടിക്കാൻ തയ്യാറായി വന്നതാണ് അദ്ദേഹമെന്ന് ദശരഥൻ മനസ്സിലാക്കി. രാമൻ്റെ മുൻപിൽ സീതയെ കൂടി കണ്ടപ്പോൾ അദ്ദേഹം അവരെ അടുത്ത് വിളിച്ചു. അവർ അടുത്ത് ചെന്ന് കുമ്പിട്ടപ്പോൾ അദ്ദേഹം മന്ദം അവരുടെ ശിരസ് തലോടി. കാട്ടിലെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളെപ്പറ്റി അവരോട് വിവരിച്ചു. ഒന്നുകിൽ ഭർത്താവിൻ്റെ അമ്മയച്ഛന്മാരോടു കൂടിയോ അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കന്മാരൊന്നിച്ചോ നാട്ടിൽ താമസിക്കുകയായിരിക്കും ഏറ്റവും നല്ല നടപടിയെന്ന് ഉപദേശിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അസഹ്യമായ ദുഃഖത്തിൻ്റെ ഞരക്കങ്ങളിൽ കൂടിയാണ് പുറത്തു വന്നത്.
തൻ്റെ ദൃഷ്ടികൾ കൈകേയിയിൽ പതിച്ചപ്പോൾ അദ്ദേഹം ക്രോധം കൊണ്ട് പല്ല് ഞെരിച്ചു. ഈ സമയത്തെല്ലാം തന്നെ അദ്ദേഹം ദുഃഖം ഒതുക്കുവാൻ കഴിയാതെ ഉള്ളിൽ കോപം കൊണ്ട് ചീറുകയായിരുന്നു. സീത അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ബഹുമാന്യനായ ശുശ്വര, എൻ്റെ മനസ്സ് രാമസേവനത്തിന് മാത്രമാണ് അഭിലഷിക്കുന്നത്. ആ മഹാഭാഗ്യം പരിപൂർണമായ അളവിൽ എന്നെ വനത്തിൽ കാത്തിരിക്കുന്നു. ഈ അമൂല്യമായ അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്ക് പോകാതിരിക്കാൻ സാധ്യമല്ല. ഭർത്തൃസേവനം കൊണ്ട് ലഭിക്കുന്ന ആനന്ദം ഭാര്യയ്ക്ക് സ്വന്തം മാതാപിതാക്കളെയോ ഭർത്താവിൻ്റെ അമ്മായി അച്ഛന്മാരെയോ സേവിക്കുന്നത് കൊണ്ട് ലഭിക്കുകയില്ല. അതിനേക്കാൾ മഹത്തോ ഉന്നതമോ ആയ ആനന്ദമോ സുഖമോ വേറെയില്ല. എന്നെ എതിർക്കുകയോ എൻ്റെ വനയാത്രയ്ക്ക് എതിരായുള്ള വാദങ്ങൾ അവതരിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക. അങ്ങയുടെ അനുഗ്രഹങ്ങൾ എന്നിൽ അർപ്പിക്കുകയും രാമചന്ദ്രനോട് ഒന്നിച്ചു പോകാൻ എന്നെ അനുവദിക്കുകയും ചെയ്യുക. സീതയുടെ അഭിലാഷം ദശരഥന് നല്ല പോലെ മനസ്സിലാക്കാനും വിലയിരുത്താനും കഴിഞ്ഞിരുന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കൈകേയിയെ ശിക്ഷിക്കുന്നതിനു വേണ്ടി ദശരഥൻ സീതയുടെ ഗുണങ്ങൾ അകൃത്രിമമായ ഉത്സാഹത്തള്ളലോടെ പ്രകീർത്തിച്ചു. ഇതിനിടയിൽ മുറിയിലുണ്ടായിരുന്ന മന്ത്രിമാരുടെ ഭാര്യമാരും കൊട്ടാരം ഗുരുനാഥന്മാരുടെ പത്നിമാരും അവരുടെ ചുറ്റും വന്നു നിന്ന് അവരും വനജീവിതത്തിൻ്റെ കഷ്ടങ്ങളെപ്പറ്റി വർണ്ണിച്ചു. കുലഗുരുവിൻ്റെ പത്നി സീതയെ പിന്തിരിപ്പിക്കാനായി കൂടുതൽ സമർത്ഥമായൊരു സൂത്രം പ്രയോഗിച്ചു നോക്കി. അവർ പറഞ്ഞു, സീതേ, നീ അയോധ്യ വിട്ട് കാട്ടിലേക്ക് പോകണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല. ദുഃഖത്തിലാണ്ട് കഴിയുന്ന ഭർത്തൃപിതാവിനെയും മാതാവിനെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ കഴിയുകയാണ് നിന്റെ കൃത്യം. നീ രാമൻ്റെ പകുതിയാണ് അല്ലേ? മറ്റേ പകുതിയുടെ ബഹിർഗമനം കൊണ്ടുണ്ടാവുന്ന സങ്കടം ലഘൂകരിക്കുവാൻ വേണ്ടി ഈ പകുതി ഇവിടെ തന്നെ ഉണ്ടാവണം. കൂടാതെ സിംഹാസന അവകാശിയായ മൂത്ത മകൻ്റെ അർത്ഥമായതുകൊണ്ട് നിനക്ക് രാജ്യഭരണത്തിന് അവകാശമുണ്ട്. അച്ഛൻ്റെ സത്യരക്ഷയ്ക്ക് വേണ്ടി രാമൻ കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ അവൻ്റെ മാതാപിതാക്കളെ ആനന്ദപൂർണരാക്കി ഇവിടെ തന്നെയൊന്ന് രാജ്യഭരണം നടത്തുകയും രാമൻ്റെ പ്രശസ്തി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക. രാമൻ്റെ പത്നി എന്ന നിലയിൽ നീ എടുക്കേണ്ട ശരിയായ നടപടി ഇതാണ്. ഇത് നിന്റെ നിയമാനുസൃതമായ കൃത്യമാണ്. ചക്രവാക പക്ഷികളുടെ കാതുകളിലേക്ക് ഹേമന്ത ചന്ദ്രകിരണങ്ങളുടെ അടക്കം പറച്ചിലുകൾ പോലെ അത്രയും മൃദുമധുരമായ രീതിയിലാണ് ഈ വാക്കുകൾ ഉച്ചരിക്കപ്പെട്ടത്. പക്ഷേ അവ സീതയെ വല്ലാതെ വ്യാകുലപ്പെടുത്തി. മറുപടിയൊന്നും പറയാൻ കഴിയാത്ത വിധം അവർ അത്രയും വികാരാധീനനായി കഴിഞ്ഞിരുന്നു. ഈ ഇടവേളയിൽ കൈകേയി താപസവേഷത്തിന് ആവശ്യമായ മരവുരിയും തുളസി മണിമാലയും ശേഖരിച്ചിരുന്നു. അവ രാമൻ്റെ മുമ്പാകെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു, ചക്രവർത്തി സ്വന്തം ജീവനെ പോലെ പ്രിയപ്പെട്ടവനായി നിന്നെ കരുതുന്നു. അതിൻ്റെ ഫലമായി നിന്നെ പോകാൻ അനുവദിക്കുന്നതിന് മനസ്സില്ലാതെ തൻ്റെ തലയിൽ അനശ്വരമായ ദുഷ്കീർത്തി വരുത്തി വയ്ക്കുകയാണ്. അദ്ദേഹത്തിന് നിന്നോടുള്ള സ്നേഹം ഈ നടപടിയുടെ ധാർമ്മികത്വത്തെ മൂടിക്കളയുന്നു. ഒരു നിലയിലും ഒരിക്കലും അദ്ദേഹം കാട്ടിലേക്ക് പോകൂ എന്ന് നിന്നോട് പറയുകയില്ല. തീർച്ച അദ്ദേഹത്തിൻ്റെ സമ്മതത്തിനും അനുവാദത്തിനും വേണ്ടി കാത്തിരിക്കുന്നത് നിഷ്ഫലമാണ്. അതുകൊണ്ട് ഈ രണ്ടു നടപടികളിൽ ഏതെങ്കിലും ഒന്നിന്മേൽ തീരുമാനം എടുക്കൂ. സാമ്രാജ്യം ഭരിക്കുന്നതിനായി ഇവിടെ തന്നെ ഇരുന്ന് ദുഷ്കീർത്തിയും അവമതിയും സ്വയം സ്വീകരിക്കുന്നു. അല്ല, കാട്ടിലേക്ക് പുറപ്പെട്ടിട്ട് ഇക്ഷ്വാകു വംശത്തിന് അനശ്വര പ്രഭാവം കൊണ്ടുവരുത്തുന്നു. തീരുമാനമെടുക്കൂ, പ്രവർത്തിക്കൂ. ഇത് കേട്ട് രാമൻ സന്തോഷിച്ചു. പക്ഷേ ദശരഥൻ്റെ ഹൃദയത്തിൽ ആ വാക്കുകൾ കനത്ത ചുറ്റിയടികളെ കൊണ്ട് കൂർത്ത ആണികൾ തറപ്പിച്ചാഴ്ത്തുന്നത് പോലെയാണ് പ്രവേശിച്ചത്. ഹാ കഷ്ടം! എന്ത് ക്രൂരവിധിയാണ് എൻ്റേത്! ഇത്രയും കഠിനമായ വാക്കുകൾ കേട്ടതിനു ശേഷവും ഞാൻ ജീവിക്കുക. അദ്ദേഹം വികാരാധീനനായി പറഞ്ഞ് ബോധം കെട്ട് നിലത്തുരുണ്ടു വീണു. ബോധം തിരിച്ചു കിട്ടിയതിന് ശേഷം താൻ കേട്ട വാക്കുകൾ തന്നെ വീണ്ടും സ്മരിച്ച് അബോധാവസ്ഥയിൽപ്പെട്ടു.
തന്നെ അഭിമുഖീകരിച്ച അവസ്ഥാന്തരത്തിൽ രാമന് അച്ഛൻ്റെ നിസ്സഹായത കണ്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. കൈകേയിയുടെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് സ്ഥലം വിടുകയാണ് ഉചിതമെന്ന് അദ്ദേഹത്തിന് തോന്നി. കാരണം എത്രയും വേഗം താൻ പോകുന്നു അത്രയും നല്ലതായിരിക്കും ബന്ധപ്പെട്ടവർക്കെല്ലാം. ഇളയമ്മ കൊണ്ടുവന്ന് നീട്ടിയ മരവുരി സ്വീകരിച്ചുകൊണ്ട് രാമൻ അവയിലൊന്ന് ചുറ്റി മറ്റൊന്ന് സീതയ്ക്ക് കൊടുത്തു. സീത അത് കയ്യിൽ പിടിച്ച് തല താഴ്ത്തി ഇതി കർത്തവ്യതാമൂഢയായി അമ്പരന്നു നിന്നു. കാരണം അത് എങ്ങനെയാണ് ധരിക്കേണ്ടത് എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. അത് ആവശ്യത്തിനുള്ള വലിപ്പമില്ലാത്തതായും തോന്നി. മരവുരി ചുറ്റിക്കഴിഞ്ഞ രാമൻ അടുത്തു വന്ന് അവരോട് താഴ്ന്ന സ്വരത്തിൽ സംസാരിച്ചു. തപസ്വിനികൾ സ്വയം ഭംഗിയായി ധരിക്കുന്ന മരവുരി എങ്ങനെ ധരിക്കണമെന്ന് തനിക്ക് അറിഞ്ഞുകൂടെന്ന് സമ്മതിക്കാൻ ദേവിക്ക് ലജ്ജയുണ്ടായിരുന്നു. അവർ മന്ത്രിച്ചു, ഇത് നാം ധരിക്കുന്ന മാതിരിയുള്ളതൊന്നുമല്ല, ഇത് വളരെ കുറിയതാണ്, വേണ്ടത്ര വീതിയുമില്ല. രാമൻ അവരെ ആശ്വസിപ്പിച്ചു. അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഒരു ഭാഗത്ത് കൂട്ടിക്കൊണ്ടുപോയി ഇത് ഇപ്രകാരമാണ് ധരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊടുത്ത് താൻ തന്നെ അവൾക്ക് ചുറ്റിക്കൊടുത്തു. ഇത് കണ്ട് താപസ പത്നിമാരും രാജധാനിയിലെ സ്ത്രീകളും കണ്ണുനീർ തൂകി. ഈ ഘട്ടത്തിൽ കുലഗുരുവായ വസിഷ്ഠൻ രംഗത്തെത്തി. ഒറ്റ നോട്ടത്തിൽ സ്ഥിതിയൊക്കെ മനസ്സിലാക്കി അമ്പരന്നു നിന്നു. കൈകേയി രാജ്ഞിയുമായി അദ്ദേഹം ശണ്ട കൂടി. സീത മരവുരി ധരിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കൈകേയി ആവശ്യപ്പെടുകയും നേടുകയും ചെയ്തത് 2 വരങ്ങൾ മാത്രമാണ്. ഭരതനെ രാജാവ് വാഴിക്കുക, രാമനെ കാട്ടിലേക്ക് അയക്കുക. സീതയ്ക്ക് എല്ലാ രാജകീയ വേഷാലങ്കരങ്ങളോട് കൂടിയും കുറേ കാലം താമസിക്കാൻ ആവശ്യമായ സാധനങ്ങളോട് കൂടി കാട്ടിലേക്ക് പോകാമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ രാമൻ സീതയുടെ വസ്ത്രത്തിന്മേൽ ചുറ്റിക്കൊടുത്തിരുന്ന വൽക്കലം അഴിച്ചെടുത്തു. പക്ഷെ സീത മുന്നോട്ട് വന്ന് മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരു, തീർച്ചയായും കൈകേയി മാതാവിൻ്റെ ആഗ്രഹത്തിൻ്റെ പ്രത്യക്ഷ ഫലമായിട്ടല്ല ഞാൻ മരവുരി ചുറ്റുന്നത്. എനിക്കെൻ്റെ സ്വാമിയുടെ രീതി സ്വീകരിച്ചുകൂടെ? എൻ്റെ നാഥൻ താപസവേഷം ധരിക്കുമ്പോൾ ഞാൻ വിലപ്പെട്ട ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് കാട്ടിൽ കഴിയുന്നത് എനിക്ക് ഭൂഷണമാണോ? അതെനിക്ക് ബഹുമതി ഉണ്ടാക്കുമോ? പതിവ്രതയായ ഭാര്യയ്ക്ക് ഈ ആചരണം ഏറ്റവും അസംബന്ധമാവും ഇല്ലേ? അതുകൊണ്ട് ഈ വസ്ത്രം ധരിക്കുന്നതിനായി എനിക്ക് അങ്ങ് അനുവാദം നൽകിയാലും ഞാൻ ഭാര്യ എന്ന നിലയിൽ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കട്ടെ. സീതയുടെ അഭ്യർത്ഥനയ്ക്ക് പ്രേരണയായ ധാർമ്മിക ബോധം ഓർത്തപ്പോൾ കഠിന തപസ്യായ മഹർഷിയുടെ ഹൃദയം ആർദ്രമായി. അദ്ദേഹം ബാഷ്പോദ്ഗമനം ഉണ്ടാവുന്ന വിധം കരുണാർദ്രനായി. വ്യസനം കൊണ്ട് നാവിടറുന്ന സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, സീതേ, നീ നന്മയുടെ മൂർത്തിമത് ഭാവമാണ്. അതിനാൽ ഈ ചിന്താരീതി നിന്നിൽ സ്വാഭാവികം. എന്നാൽ രാജാക്കന്മാരും ഭരണകർത്താക്കന്മാരും എന്ന നിലയിൽ ചില തത്വങ്ങൾ ആചരിക്കേണ്ടതുണ്ട്. നിന്റെ മാതാവായ കൈകേയിയുടെ വികലവും ദുഷ്ടവുമായ തലച്ചോറിന് ചില ഉപദേശവും മുന്നറിയിപ്പും ആവശ്യമാണ്. ഈ ദിവസം നിന്റെ ഭർത്താവ് ഈ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി അഭിഷിക്തനാവേണ്ടതായിരുന്നു. പണ്ടെന്നോ ചെയ്ത പ്രതിജ്ഞകളടക്കമുള്ള പരിതസ്ഥിതികളുടെ സംശ്ലേഷണത്തിൻ്റെ ഫലമായി അത് നടക്കുകയുണ്ടായില്ലെങ്കിലും പകരം ഭരതനെ വാഴിക്കുകയെന്നത് രാഷ്ട്രീയ നീതിക്ക് എതിരാണെന്ന് പറയാതെ എനിക്ക് കഴിയുകയില്ല. ജ്യേഷ്ഠപുത്രന് മാത്രമേ സിംഹാസനത്തിന് അവകാശമുള്ളൂ, മറ്റാർക്കും തന്നെ അതിന് അവകാശമില്ല. ഇപ്പോൾ ചെയ്തതുപോലെ പരപ്രേരണയാലല്ലാതെ സ്വതന്ത്രമായ ഇച്ഛയോടുകൂടി ഏതെങ്കിലും കാരണത്താൽ ആ അവകാശം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഭാര്യ എന്ന നിലയ്ക്ക് ആ അധികാരം കൈയാളാനുള്ള അവകാശം നിങ്ങൾക്കാണുള്ളത്. മറ്റ് 3 ആൾക്കും അതിന് അധികാരമില്ല. വസിഷ്ഠ മഹർഷി രാഷ്ട്രീയ നീതി നിയമങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ കൈകേയി ഭയന്നു വിറച്ചു. പക്ഷെ സീത രാജകീയ അധികാരങ്ങളും ശക്തിയും ഏറ്റെടുത്ത് പ്രയോഗിക്കില്ലെന്ന് അവർക്ക് അറിയാമായിരുന്നു. സീതയുടെ അധികാരങ്ങളെയും അവകാശങ്ങളെയും സംബന്ധിച്ച് വസിഷ്ഠ മഹർഷി എത്ര നേരം ന്യായീകരിച്ച് സംസാരിച്ചിട്ടും സീത അതൊന്നും ശ്രദ്ധിക്കാൻ കൂട്ടാക്കിയതേയില്ല.
രാജകീയ ആഡംബരമുള്ള ആടയാഭരണങ്ങളെക്കാൾ തപസ്യയുടെ വൽക്കലം ധരിക്കുന്നതിനുള്ള അവസരത്തിനു വേണ്ടി കൊതിക്കുകയായിരുന്നു സീത. സീത ഒരിക്കലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിയുകയില്ലെന്ന് കുലഗുരുവിൻ്റെ പത്നിക്ക് ബോധ്യപ്പെട്ടു. അതിനാൽ അവർ ആശ്രമ രീതിക്കനുസരിച്ച് സീതയെ മരവുരി ധരിപ്പിച്ചു. അതിനിടയിൽ ലക്ഷ്മണനും രാമൻ ധരിച്ചതുപോലെ തന്നെ മരവുരി ധരിച്ചു. ഇനി താമസിക്കരുതെന്ന് രാമൻ തീർച്ചയാക്കി. താപസവേഷം കണ്ടപ്പോൾ ബോധം കെട്ടുപോയ ദശരഥൻ്റെ മുമ്പിൽ ആദരപൂർവ്വം 3 പേരും നമസ്കരിച്ചു. അടുത്തു നിൽക്കുന്ന കൈകേയിയെ അവർ നമസ്കരിച്ചു. വസിഷ്ഠൻ്റെയും വസിഷ്ഠ പത്നിയുടെയും പാദങ്ങളിലും പ്രണമിച്ചു. അനന്തരം വനയാത്രയ്ക്ക് പുറപ്പെട്ടു. ഇതിൻ്റെ തുടർച്ച 25-ാം അധ്യായത്തിൽ. ജയ് ശ്രീറാം.